ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയായ താരമാണ് രേണു സുധി. മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ കൂടിയാണ് രേണു. സുധിയുടെ അപ്രതീക്ഷിതമായ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ രേണു നടത്തുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും മറ്റും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമാണ് രേണുവിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത രേണുവിന്റെ റീൽ വളരെയധികം വൈറലായിരുന്നു. ഇപ്പോഴിതാ ദാസേട്ടൻ രേണുവിനൊപ്പമുള്ള ഏറ്റവും പുതിയ ചിത്രവുമായി എത്തിയിരിക്കുകയാണ്. അടുത്ത റീൽ ഒരുങ്ങുകയാണെന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദാസേട്ടൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. തുടർന്ന് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. റീലിനായി കാത്തിരിക്കുകയാണെന്നാണ് ആരാധകരെല്ലാം പറയുന്നത്. അതേസമയം തന്നെ നല്ല കമന്റുകൾ മാത്രമല്ല ഇവരുടെ ചിത്രത്തിന് ലഭിക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ചിലർ വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപങ്ങളും ഉയർത്തുന്നുണ്ട്. ചില അധിക്ഷേപ കമന്റുകൾക്ക് രേണു മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. നേരത്തെയും വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി രേണു നൽകിയിട്ടുമുണ്ട്. കല്യാണം കഴിച്ചോ എന്നായിരുന്നു ഇതിന് താഴെ വന്ന ഒരു കമന്റ്. ഇല്ല, കഴിച്ചാൽ അറിയിക്കാമെന്നായിരുന്നു രേണു ഇതിന് നൽകിയ മറുപടി. സുധിയണ്ണൻ പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചില്ലെന്നായിരുന്നു വന്ന മറ്റൊരു കമന്റ് എന്നത്. ഞാനും എൻ്റെ കെട്ടിയോനും പിടിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ മറന്നതാ, സോറി കേട്ടോ എന്നും. സുധിയേട്ടൻ കെട്ടിപ്പിടിച്ചിട്ടില്ല, പക്ഷെ സുധിച്ചേട്ടന് 2 മക്കളുടെ അമ്മയാ, ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ എന്നായിരുന്നു ഈ കമന്റിന് രേണു നൽകിയ മറുപടി. ദാസേട്ടൻ രേണുവിനെ കെട്ടണമെന്നും കമന്റ് വന്നിരുന്നു. ദാസേട്ടന് നല്ലൊരു ഭാര്യയും മക്കളും ഉണ്ട് എന്നും പിന്നെ ഞാൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നും അദ്ദേഹം എൻ്റെ സഹോദരനാണെന്നുമാണ് രേണു പറയുന്നത്. ദാസേട്ടൻ എൻ്റെ ചങ്കു ബ്രോയാണെന്നും രേണു തുറന്നു പറഞ്ഞു. വന്ന വഴി മറക്കരുതെന്ന കമന്റിന് ആരാടോ വന്ന വഴി മറന്നതെന്നായിരുന്നു രേണുവിന്റെ മറുപടി. അതിന് ഞാൻ ഇപ്പോഴും വന്ന വഴിയിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ ആരുടെ ഒപ്പം ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ജീവനോടെ ഉള്ളപ്പോൾ സുധിച്ചേട്ടൻ ഒരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നുവെന്നും രേണു ചോദിച്ചു. പുള്ളി ഈ ലോകം വിട്ട് പിരിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. പുള്ളിയുടെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് പറയടാ കുറ്റം എന്നാണ് രേണുവിന്റെ പ്രതികരണം. എന്നാൽ രേണുവിന് പിന്തുണയുമായിട്ടും ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ അവരെ ഓരോന്ന് പറയുന്നത്? ഭർത്താവില്ലെന്ന് കരുതി അവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ? അവർ എങ്ങനെയും ജീവിക്കട്ടെ, കഷ്ടം തോന്നുന്നു എന്നായിരുന്നു ഒരാളിട്ട കമന്റ്. ഞാൻ ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ കുറെ അവന്മാർക്കും അവളുമാർക്കും എന്നുമാണ് രേണു പറഞ്ഞത്. രേണുവിന്റെയും ദാസേട്ടന്റെയും അടുത്ത റീലിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം ഇപ്പോൾ.